ഹായ് മക്കളെ, അക്ഷയ് സാറാണ്. സോ എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ നമുക്കറിയാം, നമ്മുടെ പരീക്ഷ നമുക്ക് അടുത്തെത്തുകയാണ്. ദിവസങ്ങൾ വളരെ പെട്ടെന്ന് തന്നെയാണ് പോകുന്നത്. സോ നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. പക്ഷെ നമുക്ക് വരാനിരിക്കുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തി ഫുൾ മാർക്കിലേക്ക് തന്നെ എത്താൻ പറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സോ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ 10 CBSE മക്കളുടെ ബയോളജിയിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ട് നമുക്ക് അല്ലെ. ലൈഫ് പ്രോസസ്സസ്, കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ്, ഹെറിഡിറ്റി, അവർ എൻവിറോൺമെന്റ്. സോ 5 ചാപ്റ്ററുകൾ വളരെ എഫക്റ്റീവായി, ഒന്നൊരു ശ്രദ്ധിക്കുക, വളരെ എഫക്റ്റീവായി എങ്ങനെ നമുക്ക് 45 ദിവസത്തിൽ പഠിച്ചു തീർക്കാം, ഇൻക്ലൂഡിങ് ഓൾ ഡയഗ്രാംസ്, ഓൾ ആക്ടിവിറ്റീസ്, എല്ലാ തരത്തിലും ഈ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അടക്കം എങ്ങനെ എഫക്റ്റീവായിട്ട് 45 ദിവസത്തിൽ പഠിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ മക്കൾ, ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ബയോളജിക്ക് വേണ്ടി 1 മണിക്കൂർ നേരം സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിക്കാൻ വേണ്ടി സാധിക്കും. നമുക്ക് സ്റ്റഡി പ്ലാനിലേക്ക് നേരിട്ട് കിടക്കാം. സോ നമുക്ക് മൊത്തം 45 ദിവസത്തെ സ്റ്റഡി പ്ലാൻ 3 ഫേസുകളാക്കി സാറ് തരംതിരിക്കുന്നു. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. അപ്പോൾ ആദ്യത്തെ ഫേസ് 1ലേക്ക് നമ്മൾ വരുമ്പോൾ കോൺസെപ്റ്റുകൾ വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫേസ് 1 നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. 1ാമത്തെ ദിവസം തുടങ്ങി 20 ദിവസം വരെയാണ് നമ്മുടെ ഫേസ് 1 വരുന്നത്. സോ അവിടെ നമുക്ക് ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലൈഫ് പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ ആദ്യത്തെ 5 ദിവസം, അത് 1ാമത്തെ ദിവസം മുതൽ 5ാമത്തെ ദിവസം വരെ ലൈഫ് പ്രോസസ്സിന് വേണ്ടി നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ്, ന്യൂട്രീഷൻ ഇൻ ആനിമൽ, റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ, അനഎയറോബിക് റെസ്പിറേഷൻ, പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്, ട്രാൻസ്പോർട്ടേഷൻ ഇൻ ആനിമൽ, എക്സ്ക്രീഷൻ, കംപ്ലീറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റും വെൽ പ്രിപ്പയർഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആദ്യത്തെ 1 മുതൽ 5 ദിവസം വരെ കോൺസെപ്റ്റൽ ക്ലാരിറ്റി നന്നായിട്ട് നിങ്ങൾക്ക് ഉണ്ടാവണം, ഇൻക്ലൂഡിങ് NCERT റീഡിംഗ്. ഇനി അത് കഴിഞ്ഞുള്ള 6ാം ദിവസം മുതൽ 9ാം ദിവസം വരെ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ എന്ന നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ നിങ്ങൾ നോക്കണം. അവിടെ നമുക്കറിയാം പ്ലാന്റ്സിൻ്റെ, ആനിമൽസിൻ്റെ ഹോർമോൺസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഒരു എൻഡോക്രൈൻ ഭാഗങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ന്യൂറൽ കൺട്രോളിൻ്റെ ഭാഗങ്ങൾ കൂടി നിങ്ങൾ നോക്കേണ്ട അനിവാര്യമാണ്, ഇൻക്ലൂഡിങ് സ്ട്രക്ചർ ഓഫ് ബ്രെയിൻ, സ്പൈനൽ കോഡ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ആ കൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ കൃത്യമായി പഠിച്ചിരിക്കണം. ഇനി അടുത്ത 5 ദിവസങ്ങളിലേക്ക് വരും. 10ാം ദിവസം മുതൽ 14ാം ദിവസം വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൗ ഡു ഓർഗാനിസം റീപ്രൊഡ്യൂസ് എന്ന ചാപ്റ്റർ ആയിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. അവിടെ നമ്മൾ അസെക്ഷൽ മോഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ, മറ്റു വ്യത്യസ്ത ജീവജാലങ്ങളിലുള്ള റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഫ്ലവറിംഗ് പ്ലാന്റ്സ്, ഫ്ലവറിലെ ആ ഒരു റീപ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഹ്യൂമൻ ബീൻ റീപ്രൊഡക്ഷൻ, റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കൃത്യമായി ഡയഗ്രാം നിങ്ങൾ കൃത്യമായി നോക്കണം. ഫ്ലവറിൻ്റെ ഡയഗ്രാം കൃത്യമായിട്ട് നോക്കണം. അങ്ങനെ നിങ്ങൾ ഈ ദിവസങ്ങൾ മികച്ച രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഫൈനലി 15-18 ദിവസങ്ങളിൽ നമുക്ക് ഹെറിഡിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഒരുപാട് രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരും. നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഏരിയ കൂടിയാണ് ഹെറിഡിറ്റി. നിങ്ങൾക്കറിയാം, ഒരുപാട് ക്രോസിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. സോ അതുകൊണ്ട് ഈ ചാപ്റ്റർ നന്നായിട്ട് തന്നെ നിങ്ങൾ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഈ ദിവസങ്ങൾ ഉപയോഗിക്കണം. സോ അവിടെ തന്നെ മെൻഡലിൻ്റെ എക്സ്പെരിമെൻറ്റ്, മോണോഹൈബ്രിഡ് ക്രോസിംഗ്, ഡൈഹൈബ്രിഡ് ക്രോസിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. മെൻഡലിൻ്റെ കുറേ നിയമങ്ങൾ പഠിക്കാനുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയയാണ്. സ്ഥിരമായി നമ്മുടെ ബോർഡ് എക്സാമിന് ചോദ്യം ചോദിക്കുന്ന ഒരു ഏരിയ കൂടി ആയതുകൊണ്ട് കൃത്യമായ ഒരു പഠനം നിങ്ങൾ അവിടെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. ലാസ്റ്റ് 2 ദിവസം 19-20 ദിവസങ്ങളിൽ അവർ എൻവിറോൺമെൻറ്റ് എന്നുള്ള ഒരു ചാപ്റ്റർ നമ്മൾ നോക്കണം. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണെങ്കിലും അവിടെയും കൺസെപ്റ്റ് ഒരുപാടുണ്ട്. ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, എക്കോസിസ്റ്റം, ടൈപ്പ് ഓഫ് എക്കോസിസ്റ്റം, ഓസോൺ ലെയർ ഡിപ്ലീഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ് തുടങ്ങിയ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും കൃത്യമായി നമ്മൾ പഠിക്കേണ്ട കുറേ ഏരിയാസാണ്. ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാറുണ്ട് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ. ഇത്രയുമാണ് ഫേസ് 1ൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഫേസ് 2ലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ 21ാമത്തെ ദിവസം മുതൽ 35ാമത്തെ ദിവസം വരെ ഈ ഫേസ് 2 ആണ് നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ മെയിനായിട്ട് റിവിഷനും അതുപോലെ തന്നെ പ്രാക്ടീസുമാണ് ചെയ്യേണ്ടത്. സോ അവിടെ നമ്മൾ 21ാമത്തെ ദിവസം മുതൽ 25ാമത്തെ ദിവസം വരെ ലൈഫ് പ്രോസസ്സും കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ, 2 ചാപ്റ്ററാണ്. ലൈഫ് പ്രോസസ്സും കൺട്രോൾ ആൻഡ് കോർഡിനേഷനും നമ്മൾ സ്പെൻഡ് ചെയ്യണം. ആ 2 ചാപ്റ്ററിൽ സ്പെൻഡ് ചെയ്യണം. അവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ കുറേ കാര്യങ്ങൾ കൺസെപ്റ്റ് പഠിച്ചു, അതൊന്ന് റിവൈസ് ചെയ്യാൻ ശ്രമിക്കണം. കാരണം നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ മാത്രമേ ആ കൺസെപ്റ്റ് ഒന്നുകൂടി നമ്മുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുള്ളൂ. നമ്മൾ ഒരിക്കൽ പഠിച്ചാൽ അത് കുറേ കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. സോ ആ റിവിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, എസ്പെഷ്യലി ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ
നിങ്ങൾക്കറിയാം ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ വരുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് ഒക്കെ നന്നായിട്ട് തറവായിട്ട് ഈ ഒരു ഫേസിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കണം, പഠിക്കാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ NCERT എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാനും ഈ ദിവസങ്ങൾ ഉപയോഗിക്കണം. ഇനി 26-ാം ദിവസം മുതൽ 30-ാം ദിവസം വരെ റീപ്രൊഡക്ഷനും ഹെറിഡിറ്റിക്കും വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക. അവിടെ നിങ്ങൾ ചെയ്യേണ്ടതും ഇതേപോലെ തന്നെ ആ ഒരു ചാപ്റ്ററിൽ വരുന്ന ആക്ടിവിറ്റീസ് കൃത്യമായി പഠിക്കുക, റിവൈസ് ചെയ്യുക, ചോദ്യങ്ങൾ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ലാസ്റ്റ് 31 മുതൽ 35-ാമത്തെ ദിവസം വരെ അവർ എൻവിറോൺമെന്റ് എന്ന ആ ചെറിയ കുഞ്ഞു ചാപ്റ്റർ റിവൈസ് ചെയ്ത് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഠിക്കുന്നതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കൂടി നിങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. ലാസ്റ്റ് ഫേസിന്റെ കാര്യം പറയുമ്പോൾ ഫേസ് 3 നമുക്ക് വരുന്നത് 36-ാം ദിവസം മുതൽ 45-ാം ദിവസം വരെയാണ്. നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫേസ് ആണ്. അവിടെ നമ്മുടെ മെമ്മറി ബൂസ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. മെമ്മറി ബൂസ്റ്റിംഗ്, അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റിംഗ് പ്രാക്ടീസ് ഇംപ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി അവിടെ വരുന്നുണ്ട്. സോ 36-ാം ദിവസം മുതൽ 40-ാം ദിവസം വരെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ചോദ്യങ്ങൾ. നമ്മൾ ഇതുവരെ കുറേ ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായി പഠിച്ചു, അതിൻ്റെ റിവിഷൻ കഴിഞ്ഞു. ഇനി അതിൽ നിന്ന് വരുന്ന മാക്സിമം ചോദ്യങ്ങൾ നമ്മൾ ഫേസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയബന്ധിതമായിട്ട് നമുക്ക് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ ഡയറക്റ്റ്ലി ഒരു എക്സാമിലേക്ക് വരുമ്പോൾ പല മക്കളും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നിശ്ചിത സമയത്തിൽ നമുക്ക് ഉത്തരങ്ങൾ എഴുതി തീർക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. സോ ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും പ്രാക്ടീസ് അനിവാര്യമാണ്. സോ ഈ ദിവസങ്ങളിൽ കൃത്യമായി മിനി ടെസ്റ്റുകൾ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കൃത്യസമയത്ത് നിങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ പരീക്ഷിക്കേണ്ടതാണ്. 41 മുതൽ 43 ദിവസം വരേക്കും ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്ററിൻ്റെ ഡയഗ്രാംസ് നന്നായിട്ടൊന്ന് റിവൈസ് ചെയ്യുക. ഓൾറെഡി നമ്മൾ വരച്ച് എല്ലാം പഠിച്ചതാണ്. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ ഒന്നുകൂടി ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഫീഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡെഫിനിഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഡേ 44-45 ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് CBSEയുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ 2025 സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ് ഇൻ്റർനെറ്റിൽ. ആ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക. ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. നിങ്ങൾക്കറിയാം സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പുതിയ ലേറ്റസ്റ്റ് സീരീസ് പ്രകാരം നമുക്ക് മാറ്റം വന്നിട്ടുണ്ട്. സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C എന്നുള്ള രീതിയിലാണ് സയൻസിൽ വരുന്നത്. അപ്പോൾ അതിൽ ബയോളജിയുടെ പേപ്പർ നന്നായിട്ടൊന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എത്ര മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ടെന്ന് കൂടി നോക്കുക. കഴിഞ്ഞിട്ടില്ല, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൂടി പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളുടെ പാറ്റേൺ അല്ല എങ്കിൽ പോലും അതിലുള്ള ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വരാനുള്ള ചോദ്യങ്ങളാണ്. സോ ആ ചോദ്യങ്ങൾ കൂടി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് സമയത്തിൽ തീർക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്താൽ നിങ്ങളുടെ പഠനം അവസാനിച്ചു. ബയോളജി 45 ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും മെമ്മറി ബൂസ്റ്റ് ചെയ്യാനും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫൈനൽ എക്സാമിനെ അഭിമുഖീകരിക്കാനും ഇതുവഴി സാധിക്കും. സോ എല്ലാ മക്കളും ഈ ഒരു പ്ലാൻ കൃത്യമായി എക്സിക്യൂട്ട് ചെയ്താൽ തീർച്ചയായിട്ടും മികച്ച വിജയം നിങ്ങൾക്ക് നേടാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫൈനൽ എക്സാം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കും. ഇതിനൊരു ആഡ് ഓൺ എന്നുള്ള രീതിയിൽ വളരെ മികച്ച രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്ന സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. അനവധി ഫീച്ചേഴ്സ് നിറഞ്ഞ ഈ ബാച്ചിൽ നിങ്ങൾക്ക് ഡെയിലി ലൈവ് ക്ലാസ്സസ്, അതിനോടൊപ്പം തന്നെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴുള്ള എക്സാമിനേഷൻ, അങ്ങനെ നിരവധി ഫീച്ചർ എൻറിച്ച്ഡ് ആയിട്ടുള്ള ബാച്ച് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയാൽ വളരെ ഈസി ആയിട്ട് തന്നെ ഈ ചലഞ്ച് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല. താഴെ കാണുന്ന ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ബുക്ക് ഗൈഡ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കാണ്. ആ ലിങ്ക് പർച്ചേസ് ചെയ്ത് നിങ്ങൾ ബുക്ക് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിരവധി ചോദ്യങ്ങൾ വ്യത്യസ്ത തരത്തിലെ MCQ ക്വസ്റ്റ്യൻസ്, 2 മാർക്ക് 3 മാർക്ക് ക്വസ്റ്റ്യൻസ്, കേസ് സ്റ്റഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഗൈഡ് നിങ്ങൾക്ക് ലഭ്യമാവും. സോ ഈ ഒരു ചാൻസ് ആരും മിസ് ചെയ്യരുത്. ആ ഗൈഡ് വേണ്ടവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലിങ്കിൽ കയറി ഗൈഡ് പർച്ചേസ് ചെയ്ത് നിങ്ങളെ പഠനം ആരംഭിക്കുക. മികച്ച വിജയാശംസകൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബൈ.